നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, ജീവിതം എന്ന് പറയുന്നത് ഇത്രയൊക്കെയോ ഉള്ളോ? ഞാൻ ശരിയായ വഴിയിലാണോ? എനിക്ക് എന്തുകൊണ്ട് ഒന്നും ആയിത്തീരാൻ സാധിച്ചില്ല? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതാണ് മിഡ് ഏജ് ക്രൈസിസ്, മധ്യവയസ്ക പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്താണ് മിഡ് ഏജ് ക്രൈസിസ്? മിഡ് ഏജ് ക്രൈസിസ് എന്ന് പറയുന്നത് സാധാരണയായി 40 മുതൽ 55 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ മനസ്സിലുണ്ടാകുന്ന ഒരു ആത്മപരിശോധനയും ആശയക്കുഴപ്പവുമാണ്. ഇത് ഒരിക്കലും ഒരു രോഗമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? ജീവിതത്തിൽ സംതൃപ്തിയില്ലായ്മ, ജോലി, ബന്ധങ്ങൾ എന്നിവ വെറുപ്പായി തോന്നുക, ഞാൻ എൻ്റെ കഴിവ് പൂർണ്ണമായി ഉപയോഗിച്ചോ എന്ന ചിന്ത, യുവാവായിരുന്ന കാലത്തെ ഓർമ്മകൾ, പെട്ടെന്ന് ജീവിതം മാറ്റണമെന്ന ആഗ്രഹം, ഒറ്റപ്പെടൽ, വിഷാദം, ദേഷ്യം എന്നിവ തോന്നുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ശരീരത്തിലെ മാറ്റങ്ങൾ, നമ്മുടെ കുട്ടികൾ സ്വതന്ത്രരാകുന്നത്, മാതാപിതാക്കളുടെ വാർദ്ധക്യം അല്ലെങ്കിൽ അവരുടെ മരണം, കരിയർ സ്റ്റാഗ്നേഷൻ, സമയം തീരുന്നു, നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ബോധം എന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നുന്നത്. ഈ മിഡ് ഏജ് ക്രൈസിസ് എന്ന് പറയുന്നത് മോശമായ ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഇത് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. പഴയ ജീവിതം വിലയിരുത്താനും പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും യഥാർത്ഥ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാനും ഇതുകൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? നാം ഒരിക്കലും നമ്മെ സ്വയം കുറ്റപ്പെടുത്തരുത്. പുതിയ ഹോബികൾ കണ്ടെത്തുക, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക, വിശ്വസിക്കുന്ന ആളുകളോട് കൂടുതൽ സമയം സംസാരിക്കുക, ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് സ്വീകരിക്കുക. നിങ്ങളുണ്ടാവുന്ന ഈ മാറ്റം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇത് ഒരു ശക്തമായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നു. 40 കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. അവിടെയാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്നുള്ള സന്ദേശം. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യുക.